സത്യത്തിൽ ഇന്ന് രാവിലെ തുടങ്ങി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ നടന്നിരുന്നത്. ഞങ്ങൾക്കല്ല, പക്ഷേ കുറേ കുത്തിത്തിരിപ്പുകാരുണ്ടല്ലോ, അവരുടെ ഇടയിലൊരു പല വ്യാജ വാർത്തകളും ഞങ്ങൾ ഫ്ലാഷ് ന്യൂസായിട്ട് കണ്ടിരുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വിഷയങ്ങൾ കുറച്ച് സമയമെടുക്കും, പക്ഷേ അത് എല്ലാം അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ പറഞ്ഞതാണല്ലോ, ഇതെല്ലാം ക്ലിയർ ചെയ്ത് അവർ തരും. നരേന്ദ്രമോദിയുടെ ഒരു അഷുറൻസ് തരാൻ പറ്റിയ വേറെ ആരാണ് ഇനി ഇന്ത്യയിലുള്ളത്? ആ ഒരു അഷുറൻസ് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ സന്തോഷവാനാണ്. ഞങ്ങളുടെ മാതാവിനോട് നന്ദി പറയുന്നു. പറഞ്ഞ ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയില്ല, ഞങ്ങളൊരു ചെറിയൊരു ടാർഗറ്റ് വെച്ച് തുടങ്ങി, പക്ഷേ ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ ഈ ലെവലിലേക്ക് എത്തും. ഇതൊരു ദേശീയ തലത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ 5ാം പൗരൻ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. സോ വി ആർ റിയലി ഹാപ്പി. ഇത് മുനമ്പംകാരിനെ അനുഭവിക്കാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ അനുഭവിക്കാൻ വേണ്ടത്. അവരാണ് ഇനി പഠിക്കാൻ പോകുന്നത്, കാരണം അവർക്കുണ്ടായ പലതും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവരാണ് പഠിക്കാൻ പോകുന്നത്. മുനമ്പത്തുകാരെ പഠിപ്പിക്കാനൊന്നും അവരായിട്ടില്ല. അവർ പഠിക്കാൻ, കാരണം അവരുടെ പല സ്വപ്നങ്ങളാണ് തകർന്നു പോയത്, അവരുടെ പല പദ്ധതികളാണ് തകർന്നു പോയത്, അവരുടെ പല പ്രതീക്ഷകളാണ് തകർന്നു പോയത്. ഈ മുനമ്പം 610 മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചപ്പോൾ അവരുടെ ഇത്രയും വലിയൊരു സംഘടന പല സ്വപ്നങ്ങളും തകർന്നു. അപ്പം മുനമ്പത്തുകാർ പഠിക്കാനൊന്നുമില്ല, മുനമ്പത്തുകാർ അനുഭവിക്കാൻ പോവുകയാണ് സ്വാതന്ത്ര്യവും ഞങ്ങളുടെ എല്ലാം തിരിച്ചു വരുമ്പോഴുള്ള ഞങ്ങളുടെ ആ ഒരു അനുഭവം. ഞങ്ങളുടെ ലീഡറായിട്ടുള്ള ഞങ്ങളുടെ വികാരി അച്ഛൻ, അദ്ദേഹത്തിൻ്റെ കരുത്തിലാണ് ഞങ്ങൾ ഈ നിൽക്കുന്നത്. അദ്ദേഹം ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ഈ ഒരു സമരം, പിന്നെ അതിലുപരി ഞങ്ങളുടെ മാതാവിൻ്റെ അദൃശ്യ കരങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഞങ്ങൾ പറയാവുന്ന ഏറ്റവും നല്ല വ്യക്തികൾ. ബാക്കി ഞങ്ങളെല്ലാവരും സാധാരണക്കാർ, ഞങ്ങളുടേതായ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരു സാധാരണ വ്യക്തി. അതേ എനിക്ക് പറയാനുള്ളൂ.